എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് അലിസ്റ്റർ മെക്ലീൻ എന്ന ഇംഗ്ലീഷ് റൈറ്ററെ പരിചയപ്പെടാം. 1922 സ്കോട്ട്ലൻഡിൽ ജനിച്ചു. മുഴുവൻ പേര് അലിസ്റ്റർ സ്റ്റുവർട്ട് മെക്ലീൻ. 41 സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ബ്രിട്ടീഷ് നേവിയിൽ ജോയിൻ ചെയ്തു. 43 HMS റോയലിസ്റ്റ് എന്ന യുദ്ധക്കപ്പലിൽ നിയമിതനായി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തു. 46 നേവിയിൽ നിന്ന് വിരമിച്ചു. അതിനുശേഷം അദ്ദേഹം ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പഠനത്തിന് ചേർന്നു. 1950 MA ഇംഗ്ലീഷ് ഓണേഴ്സ് ബിരുദം നേടി. പഠന കാലയളവിലും അതിനുശേഷവും അദ്ദേഹം ധാരാളം ചെറുകഥകൾ എഴുതിയിരുന്നു. അതെല്ലാം ഡെയിലി മിറർ എന്ന പേപ്പറിൽ പബ്ലിഷ് ചെയ്തിരുന്നു. 1954 നടന്ന ഒരു ചെറുകഥാ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ജിലീസ് മീൻസ് സ്കോട്ടിഷ് വേർഡാണ്. അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ഫെയ്ത്ത്ഫുൾ. ആ ചെറുകഥ 1ാം സമ്മാനം നേടി. ആയത് ശ്രദ്ധയിൽപ്പെട്ട കോളിൻസ് പബ്ലിക്കേഷൻസ് അദ്ദേഹത്തിനോടൊരു നോവൽ എഴുതാൻ ആവശ്യപ്പെട്ടു. 1955 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ HMS യുഡിസിസ് പബ്ലിഷ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യുദ്ധക്കപ്പലിലെ ഓർമ്മകളായിരുന്നു ആ നോവലിൻ്റെ കഥയ്ക്കുള്ള പ്രചോദനം. പേരിന് തന്നെ ഒരു സാമ്യമുണ്ടല്ലോ. പബ്ലിഷ് ചെയ്യപ്പെട്ട 6 മാസത്തിനകം 2.5 ലക്ഷം കോപ്പികൾ ആ നോവൽ വിറ്റഴിഞ്ഞു. അടുത്ത വർഷം ഗൺസ് ഓഫ് നവറോൺ എന്ന നോവൽ പബ്ലിഷ് ചെയ്യപ്പെട്ടു. അത് 6 മാസത്തിനകം 4 ലക്ഷത്തിൽ കൂടുതൽ കോപ്പികൾ വിറ്റഴിഞ്ഞു. പിന്നീട് ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ ഓരോ നോവലുകൾ പബ്ലിഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഓരോന്നും കൂടുതൽ കോപ്പികൾ വിറ്റഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനപ്രീതി കൂടിക്കൊണ്ടിരുന്നു. ഒപ്പം കുറേ വിമർശനങ്ങളും സ്വാഭാവികം. ജനപ്രീതി കൂടുമ്പോൾ വിമർശനവും കൂടുമല്ലോ. അപ്പോൾ വിമർശകരെല്ലാം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഥകൾക്കും കഥാപാത്രങ്ങൾക്കും സാധാരണ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാമുഖ്യമില്ല. കുറേയൊക്കെ ശരി തന്നെയാണ്. കാരണം അദ്ദേഹം എഴുതിയിരുന്നത് ക്രൈം ത്രില്ലേഴ്സും സസ്പെൻസ് ത്രില്ലേഴ്സും ഒക്കെ ആയിരുന്നു. അതിലൊന്നും ഈ പറഞ്ഞ സാധാരണ ജീവിതമായിട്ട് ബന്ധമുണ്ടാവില്ല. എന്നാൽ സാധാരണക്കാരന് രസിക്കാനുള്ളതൊക്കെ ആയിരിക്കും അതിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള ഈ വിമർശനങ്ങളൊന്നും ജനങ്ങൾ ശ്രദ്ധിച്ചില്ല. അവർ അദ്ദേഹത്തിൻ്റെ ഓരോ ബുക്കുകളും കൂടുതൽ വാങ്ങിച്ച് വായിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അടുത്ത വിമർശനം, അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് അലിസ്റ്റർ മെക്ലീൻ എന്നുള്ള ആ പേര് ആദ്യത്തെ 1-2 നോവലുകൾ വായിച്ചപ്പോൾ ജനങ്ങൾ ശ്രദ്ധിച്ചു. പിന്നീട് ആ പേര് കാണുമ്പോൾ ബുക്ക് വാങ്ങി വായിക്കണം, അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവമൊന്നുമല്ല എന്നായിരുന്നു അടുത്ത വിമർശനം. 1961 അദ്ദേഹം ഇയാൻ സ്റ്റുവർട്ട് എന്ന പേരിൽ ദ ഡാർക്ക് ക്രൂസേഡർ എന്ന നോവൽ പബ്ലിഷ് ചെയ്തു. 62 ദ സാറ്റൻ ബഗ് എന്ന നോവലും അതേ പേരിൽ പബ്ലിഷ് ചെയ്തു. അവയും അദ്ദേഹത്തിൻ്റെ മറ്റ് നോവലുകൾ പോലെ വൻ ജനപ്രീതി നേടി. ധാരാളം കോപ്പികൾ വിറ്റഴിഞ്ഞു. 62 അവസാനം അദ്ദേഹവും പബ്ലിഷിംഗ് കമ്പനിയും ചേർന്നൊരു പ്രസ്താവന ഇറക്കി. ഇയാൻ സ്റ്റുവർട്ട് എന്ന പേരിൽ നോവൽ എഴുതിയത് അലിസ്റ്റർ മെക്ലീൻ തന്നെ ആയിരുന്നു. വിമർശകരുടെ വായടഞ്ഞു പോയി. ഇനി മിണ്ടാൻ വഴിയില്ല. മെക്ലീൻ എന്ന പേര് കണ്ടിട്ടല്ല, മെക്ലീൻ്റെ രചനാ വൈഭവം കൊണ്ട് തന്നെയാണ് ആ ബുക്കുകളൊക്കെ വിറ്റഴിഞ്ഞിരുന്നത് എന്ന് അദ്ദേഹം തെളിയിച്ചു. 63 അദ്ദേഹം നോവൽ എഴുത്തിനോട് വിട പറഞ്ഞു. ഹോട്ടൽ ബിസിനസ്സിലേക്ക് കടന്നു. ഏകദേശം 3 കൊല്ലം ഹോട്ടൽ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയി. ഇതിനിടയിൽ സുഹൃത്തുക്കളുടെയും ആരാധകരുടെയും പബ്ലിഷിംഗ് കമ്പനികളുടെയൊക്കെ നിർബന്ധവും അപേക്ഷയും പ്രേരണയും എല്ലാം പരിഗണിച്ച് അദ്ദേഹം നോവൽ എഴുത്തിലേക്ക് തിരിച്ചു വന്നു. 1966 വെൻ എയ്റ്റ് ബെൽ സ്റ്റോൾ എന്ന ഒരു നോവൽ പബ്ലിഷ് ചെയ്യപ്പെട്ടു. അവയും പഴയകാല നോവലുകൾ പോലെ തന്നെ വൻ ജനപ്രീതി നേടി. 67 അദ്ദേഹം ഒരു സിനിമാ തിരക്കഥ എഴുതി, വെയർ ഈഗിൾസ് ഡെയർ എന്ന പേര്. അത് സിനിമയാക്കാൻ കൊടുത്തതിന് ശേഷം അതേ കഥയെ ബേസ് ചെയ്ത് അതേ പേരിൽ ഒരു നോവൽ എഴുതി. അത് 67 തന്നെ പബ്ലിഷ് ചെയ്യപ്പെട്ടു.
ആ കഥയെ അതേ പേരുമൊക്കെ ആയിട്ട് 68 ആ സിനിമയും റിലീസായി. ഇത് രണ്ടും, നോവലും സിനിമയും രണ്ടും വൻ വിജയങ്ങളായിരുന്നു. വീണ്ടും വർഷം ഓരോ നോവൽ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. 1983 അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിനുള്ള സംഭാവനകൾ പരിഗണിച്ച് അദ്ദേഹത്തിന് ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് എന്ന ബിരുദം നൽകി ആദരിച്ചു. 86 അദ്ദേഹം എഴുതിയ സെൻറ്റോർണി എന്ന നോവൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ 1987 തുടക്കത്തിൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് സെൻറ്റോർണി എന്ന നോവൽ പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഏകദേശം 30 വർഷം നീണ്ടുനിന്ന നോവൽ എഴുത്ത് കാലഘട്ടത്തിൽ ഒരുപാട് ജനപ്രിയ നോവലുകൾ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു ജനപ്രിയ നോവലായ നൈറ്റ് വിതൗട്ട് എൻഡ് എന്ന നോവൽ ഈ ചാനലിലൂടെ അവതരിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് മുതൽ ആരംഭിക്കും. ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി. കണ്ടൻസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എ സ്പെഷ്യൽ താങ്ക്സ് ടു ചന്ദ്രമോഹൻ സാർ, എം ലൈഫ് ഡെയിലി എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയതിന്. നമസ്കാരം.